أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശ്റിലെ 8, 9, 10 ആയത്തുകളാണ് ഓതി വെച്ചത്. ആയത്തുകൾക്ക് ദൈർഘ്യം കൂടുതലായതുകൊണ്ടാണ് എണ്ണം കുറക്കാൻ നിർബന്ധിതമാകുന്നത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിൽഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം. ലിൽഫുഖറാഇ, അതായത് ദരിദ്രരായ ആളുകൾ, അൽ മുഹാജിരീന, ഹിജറ ചെയ്ത് വന്നവരായ, ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളായ ദരിദ്രരായ ആളുകൾ. അവർ അല്ലദീന ഉഖ്രിജൂ, അവർ പുറത്താക്കപ്പെട്ടവരാണ് മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്നും, വ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്നും, സ്വന്തം സമ്പത്തിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകളാണ് ഈ മുഹാജിറുകൾ. യബ്തഗൂന, അവരാഗ്രഹിക്കുന്നു, ഫളലൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യം അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള അനുഗ്രഹം, വരിദ്വാന, അള്ളാഹുവിൻ്റെ സംതൃപ്തിയും അവർ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വയൻസുറൂന അല്ലാഹ വറസൂലഹു, വയൻസുറൂന, അവർ സഹായിക്കുന്നു, അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും, അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സഹായിക്കുകയും ചെയ്യുന്നു. ഉലായിക്ക, ആ കൂട്ടർ, ഹുമുസ്സാദിഖൂൻ, അവർ തന്നെയാണ് സത്യവാന്മാർ. വല്ലദീന തബവഉ ദാറ വൽ ഈമാൻ. വല്ലദീന തബവഉ, ഒരുക്കിക്കൊടുത്തവർ, ഒരുക്കി വെച്ചവർ, അദ്ദാറ, വീട്, വൽ ഈമാന, വിശ്വാസവും, ഈമാനും വിശ്വാസവും ഒരുക്കി വെച്ചവർ, മീൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് തന്നെ, അവർ വരുന്നതിന് മുമ്പ് തന്നെ, യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ ചെയ്തു വന്നവരെ, അവരിലേക്ക് പലായനം ചെയ്തു വന്നവരെ അവരിഷ്ടപ്പെടുകയും ചെയ്യുന്നു. വലാ യജിദൂന ഫീ അൻഫുസിഹിം ഹാജ, വലാ യജിദൂന, അവർ കാണുകയില്ല, ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സിൽ, ഹാജത്തൻ, ഒരാവശ്യവും, അവർ അവരുടെ മനസ്സിൽ ഒരാഗ്രഹവും തന്നെ വെച്ചിരിക്കില്ല, മിമ്മ ഊത്തു,
അവർ മറ്റുള്ളവർക്ക് മറ്റു ആളുകൾക്ക് നൽകിയതിൽ നിന്ന്. വയോസിറൂന അല അംഫുസിയും, അവർ അവരെക്കാൾ കൂടുതൽ, തങ്ങളെക്കാൾ കൂടുതൽ, വയോസിറൂന അവർ പരിഗണന നൽകുന്നു, അല അംഫുസിയും അവരെക്കാൾ അധികം, അവർ തങ്ങളെക്കാൾ അധികം മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്നു. വലൗകാന ബിഹിം ഖസാസ, അവർക്ക് സ്വകാര്യമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും. വലൗകാന ബിഹിം ഖസാസ, അവർക്ക് സ്വകാര്യമായ സ്വന്തം നിലക്കുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും. വമൻ യൂഖ, ആരെങ്കിലും കാത്ത് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശുഹ നഫ്സിഹി, അവൻ്റെ മനസ്സിൻ്റെ ദുർബലതയിൽ നിന്ന്, അവൻ്റെ മനസ്സിൻ്റെ ലുബ്ധിൽ നിന്ന്, സ്വന്തം മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് ആരെങ്കിലും മോചനം നേടിയിട്ടുണ്ടെങ്കിൽ, ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയം വരിച്ചവർ, അവർക്ക് തന്നെയാണ് വിജയിക്കാൻ സാധിച്ചത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വരുന്ന ആളുകൾ, വല്ലദീന ജാഊ വന്നവർ, മിൻ ബഅദിഹിം അവർക്ക് ശേഷം, യഖൂലൂന അവർ പറയുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, യഗ്ഫിർ ലന ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വലിയ ഇഖ്വാനില്ലദീന സബഖൂന ബിൽ ഈമാൻ, വലിയ ഇഖ്വാനിന ഞങ്ങളുടെ സഹോദരന്മാർക്കും, അല്ലദീന സബഖൂ ബിൽ ഈമാൻ ഈമാനിൽ ഞങ്ങളെ മുൻകടന്നിട്ടുള്ള, ഞങ്ങൾക്ക് മുമ്പേ വന്നിട്ടുള്ള, മുമ്പ് കഴിഞ്ഞു പോയ സത്യവിശ്വാസികളായ ആളുകൾക്ക്. വലാ തജ്അൽ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കരുത്, വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ, ഒരു തരത്തിലുള്ള അസൂയയും ഒരു തരത്തിലുള്ള വെറുപ്പും, ലില്ലദീന ആമനു വിശ്വാസികളോട് ഒരു നിരക്കുള്ള വിദ്വേഷവും നീ ഞങ്ങളിൽ ഉണ്ടാക്കരുതേ തമ്പുരാനെ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക റഊഫ് റഹീം, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനാണ്, നീ റഊഫാണ് ദയയുള്ളവനാണ്, റഹീം കരുണാനിധിയുമാണ്, നീ ഏറെ കൃപയുള്ള ദയയുള്ളയാളാണ്, അതോടൊപ്പം തന്നെ നീ കരുണയുള്ളവനുമാണ്. നേരത്തെ ഫൈ എന്ന് പറയുന്ന യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞത്. അതിൽ ആദ്യത്തെ 5 വിഭാഗമാക്കിയതിൽ ആദ്യത്തെ 4 വിഭാഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്നും, പിന്നീട് വരുന്ന ഒരു ഭാഗം വീണ്ടും വിഭജിച്ചിട്ട് അതിൽ നിന്ന് 5 ഭാഗമാക്കി ഒരു ഭാഗം റസൂലിനെ തന്നെ എടുക്കുകയും ബാക്കി 4 അവരിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ പിതാവ് നഷ്ടപ്പെട്ട ആളുകൾക്കുമൊക്കെ, മിസ്കീനും യത്തീമിനും അടുത്ത ബന്ധുക്കൾക്കും വഴിയാത്രക്കാർക്കും നൽകണമെന്നും പറഞ്ഞു വെക്കുകയുണ്ടായി. ഇത് മുഹാജിറുകളായ ആളുകൾ, അവിടേക്ക് വന്നിട്ടുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ദീൻ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരു സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് വന്ന ആളുകളാണ് മുഹാജിറുകൾ. ആ മുഹാജിറുകൾക്കാണ് ഈ ഫൈൻ്റെ നല്ലൊരു വിഭാഗം സ്വത്ത് ചെന്നെത്തുക. എന്നിട്ട് അവരാരാണ് എന്ന് വിശദീകരിക്കാൻ, ലിൽ ഫുഖറായി, ദരിദ്രരായ ആളുകൾ, അൽ മുഹാജിരീന, ഹിജറ ചെയ്ത് വന്നിട്ടുള്ള, മറ്റ് നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് വന്നിട്ടുള്ള ദരിദ്രരായ ആളുകൾ. അവർ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ്, വീട്ടിൽ നിന്നും സ്വത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട, നാട്ടിലൊക്കെ നല്ല സമ്പന്നരായ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന ഒറ്റ കാരണത്തിൽ അവിടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അവരവരുടെ കുടുംബക്കാരെ വെടിയേണ്ടി വരുന്നു, അവരുടെ വലിയ സമ്പാദ്യമൊക്കെ അവിടെ വിട്ടേച്ച് പോരേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയാൽ മതി എന്ന് വരെ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഹാജിറെ കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അവർ ദരിദ്രരാണ്, പാവങ്ങളാണ്, കാരണം അവരടുത്ത് ഒന്നും സ്വത്ത് വന്നിട്ട് വരുന്നില്ല. മറ്റൊന്ന്, അവർ പലായനം ചെയ്തു വന്ന ആളുകളാണ്. മറ്റൊന്ന്, അവരുടെ സ്വത്ത് വകകൾ മുഴുവൻ എവിടെ നിന്നാണോ വന്നത് അവിടെ നിക്ഷേപിച്ച് വന്നവരാണ്. നാലാമതായി, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ തൃപ്തിയുമാണ് ആഗ്രഹിക്കുന്നത്. അഞ്ചാമതായി, അള്ളാഹുവിനെയും അവൻ്റെ ദൂതരെയും അവരേറെ സഹായിക്കുന്നുമുണ്ട്. 6,
സത്യവിശ്വാസം കാരണത്താൽ അവർ സത്യത്തിന് വേണ്ടി മാത്രം അവരുടെ നാടും എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്. സത്യവിശ്വാസമാണ് അവരുടെ എല്ലാ ഭൗതികമായ നഷ്ടത്തിനും കാരണമെന്ന് കൂടി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അവർ സഹിച്ച ക്ലേശത്തിന് പകരമായി സാമ്പത്തികമായി അവർക്ക് ചെറിയ സഹായങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഒരു വിമിട്ടവും ഉണ്ടാവാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുക. ഇത് മുഹാജിറുകളെ പറ്റിയാണെങ്കിൽ അടുത്ത ആയത്ത് അൻസാറുകളെ പറ്റിയാണ്. ഒട്ടും കുറയാത്തതാണ് അവരുടെ സ്ഥാനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് അവരുടെ സ്ഥാനമെന്ന് പറയുന്നത്. അവർ തബവഉ അദ്ദാറവൽ ഈമാൻ, അവർ വിശ്വാസം കൊണ്ടും വിശ്വാസവും അതുപോലെ തന്നെ വീടും അവർ ഒരുക്കി വെച്ചവരാണ്. മീൻ കബലിഹിം, അവർ വരുന്നതിന് മുമ്പ് തന്നെ സത്യവിശ്വാസികളായ ആളുകൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പലായനം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ സ്വന്തം വീട് പകുത്തുകൊണ്ട് 1-2 റൂമുകൾ അവർക്ക് വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൽ ഒരു വിഭാഗത്തെ കൂടി അവർ കൊള്ളുകയാണ്. കച്ചവട സ്ഥാപനത്തിൽ അതേപോലെ തന്നെ അവർക്ക് വേണ്ടി കൂടി അവർ സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്. ലാഭകരമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ കച്ചവടത്തിൽ അവരെ കൂടി പങ്കു ചേർത്തുകൊണ്ട് അവർ ആ അനുഗ്രഹത്തിൽ, കിട്ടുന്ന അനുഗ്രഹത്തിൽ അവരെ കൂടി ചേർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ അവരെ എല്ലാ കാര്യത്തിലും അവരെ കൂടി പങ്കാളികളാക്കുന്ന അവസ്ഥയാണ്. അവരിലേക്ക് വന്ന ആളുകളെ അങ്ങേയറ്റം സ്നേഹിച്ച ആളുകളാണ്. സ്വന്തം ആവശ്യങ്ങളുണ്ടാകും. ആ ആവശ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും ആ ആവശ്യത്തിനല്ല മുൻഗണന, വന്നയാളുകളുടെ ആവശ്യത്തിനാണ് അവർ കൊടുക്കുന്നതെന്നർത്ഥം. പിശുക്കിൽ നിന്നുള്ള അവരുടെ മോചനം മാത്രമാണ് അവരിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ തരത്തിൽ പിശുക്കിനെ അതിജീവിക്കാൻ സാധിച്ച ആളുകൾ അവർ തന്നെയാണ് വിജയം വരിച്ചവർ എന്ന് കാണുന്നു. പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള സൽമാനുൽ ഫാരിസി എന്ന് വിഖ്യാതനായ അദ്ദേഹം തൻ്റെ വംശപരമ്പരയെക്കുറിച്ച് അദ്ദേഹത്തോട് പലരും ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ ഇസ്ലാമിൻ്റെ മകനാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഇസ്ലാമായിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിന് അൻസാരികൾ നൽകിയിട്ടുള്ള സേവനം അത്രമാത്രം വലുതായിരുന്നു. മദീനയെ ഇവിടെ ഈമാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വിശ്വാസത്തിൻ്റെ ഗേഹം എന്ന രൂപത്തിലാണ്. അപ്പോൾ ഫൈയിൽ നിന്ന് ഇവർക്ക് മുഹാജിറുകളായ ആളുകൾക്ക് നൽകേണ്ടതിന് വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയധികം ഫൈയിൽ നിന്ന് നൽകിയത് എന്ന് കാണാൻ സാധിക്കും. വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആളുകൾ, അത് താബികളാകാം, താബികളാകാം, ഒക്കെ ആവാം. ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവരെല്ലാവരും തന്നെ യഖൂലൂന, അവർ പ്രാർത്ഥിക്കും, റബ്ബന ഗഫിർ ലനാ വലിയ ഖവാനന, പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരന്മാർക്കും, അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങളെ വിശ്വാസത്തിൽ മുൻകടന്നിട്ടുള്ള നേരത്തെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, അവർക്കും ഞങ്ങൾക്കും ആ സഹോദരന്മാർക്കും ഞങ്ങൾക്കുമെല്ലാം നീ പുറത്ത് തന്നെ റഹ്മാൻ. ഞങ്ങളുടെ മനസ്സിൽ ഒരു നിലക്കുള്ള അസൂയയോ പകയോ വിദ്വേഷമോ ഈ തരത്തിലുള്ള ഒരു വിശ്വാസിയോട് ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് റബ്ബേ. ഗൈല് എന്ന് പറഞ്ഞാൽ അസൂയ, കോപം എന്നൊക്കെയാണ്. അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് റബ്ബേ വിശ്വാസികളോട്. മുഴുവൻ വിശ്വാസികളോടും ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട വിശ്വാസമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരാളോട് ഒരു പകയോ ഒരു വിദ്വേഷമോ ഒന്നും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. മുൻകഴിഞ്ഞ് പോയ ആളുകളോട് ഉണ്ടാകാൻ പാടില്ല, ഇനി വരാൻ പോകുന്ന ആളുകളോട് ഉണ്ടാകാൻ പാടില്ല. എല്ലാ ആളുകളും എല്ലാവരും വിശ്വാസത്തിൻ്റെ